ഓൺലൈൻ തട്ടിപ്പുകൾക്ക് പഞ്ഞമില്ലാത്ത കാലമാണ് ഇത്. തട്ടിപ്പുകൾ പുതിയ രൂപത്തിലും ഭാവത്തിലും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര മുന്നറിയിപ്പുകൾ നൽകിയാലും തട്ടിപ്പിൽ ചെന്ന് പെടുന്നവരുടെ എണ്ണവും കൂടുകയാണ്. നിയമപാലകരെന്ന വ്യാജേനെ ബന്ധപ്പെട്ട് പണം തട്ടുന്ന രീതി അടുത്തിടെ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് കേരള പോലീസ് പറയുന്നു. നിങ്ങൾ അയച്ച കൊറിയറിലോ നിങ്ങൾക്കായി വന്ന പാഴ്സലിലോ മയക്കുമരുന്നും ആധാർ കാർഡുകളും പാസ്പോർട്ടും മറ്റുമുണ്ടെന്ന് പറഞ്ഞും മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ നിങ്ങളുടെ പേരിലുള്ള ആധാർ കാർഡ് അഥവാ ക്രെഡിറ്റ് കാർഡ് കണ്ടെത്തിയെന്നും പറഞ്ഞും തട്ടിപ്പിനായി ബന്ധപ്പെടും. വെബ്സൈറ്റിൽ നിങ്ങൾ അശ്ലീല ദൃശ്യങ്ങൾ തിരഞ്ഞു എന്നും പറഞ്ഞ് തട്ടിപ്പ് നടത്താറുണ്ട്. ഫോൺ മുഖേനയോ ഇമെയിൽ വഴിയോ ആയിരിക്കും ഏറെയും ബന്ധപ്പെടുക. മുതിർന്ന പോലീസ് ഓഫീസറുടെ യൂണിഫോം ധരിച്ച് വീഡിയോ കോളിൽ പ്രത്യക്ഷപ്പെടും. നിങ്ങൾ ചെയ്തത് ഗുരുതരമായ തെറ്റാണെന്നും നിങ്ങളെ വിർച്വൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണെന്നും തട്ടിപ്പുകാർ പറയുന്നു. വീഡിയോ കോളിനിടെ അവർ നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങളും സാമ്പത്തിക സ്ഥിതിയുമൊക്കെ ചോദിച്ചു മനസ്സിലാക്കുന്നു. നിങ്ങളുടെ സമ്പാദ്യം പരിശോധനയ്ക്കായി നൽകണമെന്നും പറയും. പണം അയക്കുന്നതോടെ പൂർണ്ണമായും തട്ടിപ്പിനിരയാകുന്നു. ഇങ്ങനെ തട്ടിപ്പുകൾ പലവിധം. തട്ടിപ്പുകാരുടെ ഇത്തരം തന്ത്രങ്ങളിൽ പെട്ടുപോകരുതെന്ന് കേരള പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു. നമ്മുടെ രാജ്യത്ത് വിർച്വൽ അറസ്റ്റ് എന്ന രീതിയില്ലെന്നും ഇത്തരം സംഭവങ്ങൾ നടന്നാൽ ഉടൻ തന്നെ സൈബർ പോലീസിൽ അറിയിക്കണമെന്നും പോലീസ് പറയുന്നു.